ജഗനങ്ങള് കള്ളനും ദുഷ്ടനും ഒന്നുമല്ല, നല്ലവനാ വന്ദനമ്മേ. വന്ദനമ്മ എന്നെ തല്ലിയാലും ഞാനൊരു കാര്യം പറയാം. എന്ത് കാര്യം? ജഗനങ്ങളാ എന്റെ ഹീറോ. ശരിക്കും പറഞ്ഞ ആപത്തിൽ നിന്ന് രക്ഷിക്കുന്ന മായാവിയാ. ഇപ്പൊ വന്ദനമ്മയെ രക്ഷിച്ചത് ആ മായാവിയല്ലേ? മോൾക്ക് അങ്കിള് ഹീറോ ആണെങ്കിൽ ഹീറോ ആയിട്ട് തന്നെ കണ്ടാ മതി. മനോജ്, കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട്. ഒന്ന് സൂപ്പർ മാർക്കറ്റ് വരെ പോണം. ഫേസ് ക്രീമും ലിപ്സ്റ്റിക്കും ഒക്കെ തീർന്നു. നീ എന്തോന്നും മിണ്ടാത്ത? ക്യാഷൊക്കെ ഞാൻ തരാം. ഇതാര്? ദീർഘട്ടിയോ? ഇങ്ങടുത്തോ? സാധാരണ സുന്ദരിക്കുട്ടി ഇങ്ങോട്ട് കയറി വരാത്താണല്ലോ. ഇന്നെന്ത് പറ്റി? ഇതെന്താ മിഠായിയോ? എന്റെ ചക്കരക്കുട്ടിയുടെ ബർത്ത്ഡേ ആണോ? അല്ല. പിന്നെന്തു പറ്റി? എന്തിനാ ഈ മിഠായി? ഇത് വന്ദനമ്മനെ പോലീസിൽ നിന്ന് രക്ഷിച്ചേനാ. അതിന് സഹായിച്ചത് ഞാനല്ലല്ലോ, എന്റെ ചേട്ടൻ ജഗനല്ലേ. അത് തീമാർക്കറിയാം. വന്ദനമ്മയെ പോലീസ് പിടിച്ചപ്പോ ജഗനങ്ങളോട് വിളിച്ചു പറഞ്ഞത് ഹരിതാന്റെ അല്ലേ? അതിനായി മിഠായി. ആന്റി വിളിച്ചു പറഞ്ഞു, അത് ഓക്കെ. പക്ഷെ രക്ഷിച്ചത് ജഗനങ്ങളാ. അപ്പൊ മോള് ജഗനങ്ങളോട് വേണം നന്ദി പറയാൻ. ശരിയാ ആന്റി, പക്ഷെ അമ്മയുടെ ഫോണിൽ വിളിക്കാൻ പറ്റുന്നില്ല. ഓ, അതാണോ കാര്യം? അതിനെന്താ, അങ്കിളിനെ ആന്റി വിളിച്ചു തരാം. വിളിക്ക്. ഇപ്പൊ വിളിക്കാവേ. ഹരിതയാണല്ലോ. ആ ഹരിതേ. ആ ഏട്ടാ, ഒരാൾക്ക് ഏട്ടനോട് സംസാരിക്കണോന്ന്. കൊടുക്കട്ടെ? അതിനെന്താ, കൊടുക്ക്. സംസാരിക്കേ. അങ്കിളെ. ആ ഇതാര്? ദേക്കുട്ടിയോ? എന്താ മോളെ, സുഖാണോ? താങ്ക്സ് അങ്കിളെ. താങ്ക്സോ? അതെന്തിനാ? വന്ദനമ്മനെ രക്ഷിച്ചേന്. ഓ ശരി, വരവ് വെച്ചിരിക്കുന്നു ഞാൻ. പോരെ? വന്ദനമ്മയെ പോലീസ് പിടിച്ച ടീമോൾക്ക് ആരുമില്ലാതെയാവും. ടീമോൾക്ക് വന്ദനമ്മ മാത്രമേ ഉള്ളൂ അങ്കിളെ. അങ്ങനൊന്നും പറയില്ല ചക്കരെ. എന്റെ നിയമൊക്കെ അങ്കിളില്ലേ? ദേ, വന്ദനമ്മയ്ക്ക് ഒന്നും വരാതെ അങ്കിള് നോക്കിക്കോളാം. പോരെ? അത് മതി. മതി 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 മതി. ഇനി സംസാരിച്ചാലേ തൊണ്ട ചീത്തയാവും. അങ്കിൾ ഇവിടെ വരുമ്പോ ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. ആ ഏട്ടാ, ഏട്ടനൊരു മിഠായി കാള് തന്നിട്ടുണ്ട്. വലിയ സന്തോഷത്തിലാ ഇവിടെ എല്ലാരും. വന്ദനേച്ചി രക്ഷപ്പെടുത്തിയതിന് എന്റെ വക ഒരു താങ്ക്സ് ഇരിക്കട്ടെ. ഓ ശരി, അതും വരവ് വെച്ചിട്ടുണ്ട്. പോരെ? ആ നീ ഫോൺ വെച്ചോ. ചക്കരക്കുട്ടി.
കൺഗ്രാറ്റുലേഷൻസ് അനിയ. കഥയിലെ നായകനായ ഇങ്ങനെ വേണം. നായിക ആപത്തിപ്പെടുമ്പോ നായകൻ പോയി രക്ഷിച്ചിരിക്കണം. ഏത് പ്രതിസന്ധിയിലും നായകൻ നായികയ്ക്കൊപ്പം കട്ടയ്ക്ക് നിൽക്കണം. നീയാണ് അനിയ വീര കാമുകൻ. ഞാൻ വന്ദനയ്ക്ക് വേണ്ടി എന്തെല്ലാം ചെയ്തിട്ടുണ്ടെന്ന് അറിയോ ഏട്ടത്തിക്ക്? എന്ത് ചെയ്യുമ്പോഴും എന്നെ വല്ലാതെ തെറ്റിദ്ധരിക്കുകയും ആക്ഷേപിക്കുകയും ചെയ്തിട്ടുള്ളവളാ വന്ദന. ഈ സംഭവമെങ്കിലും അവളുടെ കണ്ണ് തുറപ്പിക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട്. വിശ്വാസം രക്ഷിക്കൂ അനിയ. ഹരിതയുടെ നാവ് കൊണ്ട് വന്ദനയുടെ തെറ്റിദ്ധാരണ തീർക്കുന്നതിനേക്കാൾ എത്രയോ ഭേദമായത്. സ്വന്തം പ്രവൃത്തി കൊണ്ട് തന്നെ അവളുടെ തെറ്റിദ്ധാരണയൊക്കെ മാറ്റാൻ കഴിഞ്ഞില്ലേ? ക്ഷമയോടെ കാത്തിരിക്കണം. ജഗനെ കുറിച്ചുള്ള അവളുടെ സങ്കല്പങ്ങൾ മാറ്റാൻ ദൈവം ഒരു വഴി തുറന്നു തരുമെന്ന് ഞാൻ പറഞ്ഞില്ലേ? അതെത്ര സത്യമായി. അവള് കൊടുക്കാൻ നോക്കിയത് ആരാണെന്ന് അറിഞ്ഞാ കൊള്ളാം. എന്റെ ബുദ്ധി ശരിക്കും പ്രവർത്തിച്ചപ്പോഴാണ് മോഷണ കുറ്റം കെട്ടിച്ചമച്ചാണെന്ന് തെളിയിക്കാൻ കഴിഞ്ഞത്. ഞാനത് ചെയ്തില്ലായിരുന്നെങ്കിൽ വന്ദന ഇപ്പൊ ജയിലിലായനെ. അത്രയും വലിയ ഉപകാരം ചെയ്ത ജഗനെ അവൾ ഹൃദയം തുറന്ന് സ്നേഹിച്ചിരിക്കും. പ്രണയിച്ച പെണ്ണിനെ സ്വന്തമാക്കുന്നത് വരെ ജഗൻ തളരാനോ വിശ്രമിക്കാനോ പാടില്ല. പക്ഷേ എന്താണ് അനിയ ഒരു പക്ഷേ? അച്ഛൻ ഈ ബന്ധത്തിന് സംഭവിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. ഓ പിന്നെ ഒരച്ഛൻ. ജഗന്റെ ബുദ്ധിശക്തിക്കും സ്വാധീനത്തിനും മുന്നിൽ കുറുപ്പ് വെറും നിസ്സാരനാണെന്ന കാര്യം ഈ സംഭവത്തോടെ എല്ലാവർക്കും ബോധ്യപ്പെടാൻ പോവുകയാണ്. വിദ്യയാ പറയുന്നത്. കുറുപ്പമ്മാവനും ഈ ബന്ധത്തിന് സമ്മതം മൂളിയിരിക്കും. ഇനി വന്ദനെ കൂടുതൽ ആകർഷിക്കാനുള്ള വഴികൾ നോക്കനിയാ. നിന്റെ ചേച്ചി വന്ദനയെ പോലീസ് അറസ്റ്റ് ചെയ്തു. അഡ്വക്കേറ്റ് വർഗീസിന്റെ ഓഫീസിൽ നിന്ന് പണം മോഷ്ടിച്ചു. അതാണ് കുറ്റം. ഇല്ല, ഇത് ഞാൻ വിശ്വസിക്കില്ല. എന്റെ വന്ദനേച്ചി ഒരിക്കലും മോഷ്ടിക്കില്ല. അർഹതയില്ലാത്ത ഒരു ചില്ലി കാശ് പോലും തൊടുന്നവളല്ല എന്റെ വന്ദനേച്ചി. ഇത് കള്ളക്കഥയാ. എന്ത് കഥയായാലും ഇതിൽ പല ഒരു അപമാനം ഉണ്ടാവാനുണ്ടോ? മാധവൻ നായരുടെ മകൾ വന്ദന പണം മോഷ്ടിച്ചെന്നല്ല, വി ഇന്റർനാഷണൽ ഫാർമസ്യൂട്ടിക്കലിന്റെ ചെയർമാൻ വിക്രമിന്റെ ഭാര്യ സഹോദരി പണം മോഷ്ടിച്ചെന്നായിരിക്കും വാർത്ത പരക്കുന്നത്. ഇതിലൊരു സത്യം ഉണ്ടാവില്ല. കെട്ടിച്ചമച്ച കഥയാ. അല്ലെങ്കിൽ ആ വക്കീല് ചതിച്ചതാ. ചതിച്ചതാണെന്നോ? വക്കീൽ ഗുമസ്തയെ വന്ദന ചേച്ചി പണിക്ക് കയറിയിട്ട് ഏതാനും ദിവസങ്ങളെ ആയിട്ടുള്ളൂ. അതിനു മുമ്പ് വർഗീസ് എന്തിനെ വന്ദന ചേച്ചി ചതിക്കണം? ചതിയാണെങ്കിൽ വന്ദനേച്ചിയുടെ പൂങ്കണ്ണീര് കാണുമ്പോ വക്കീല് കേസ് പിൻവലിക്കോ? ബലപ്പെടുത്താനല്ലേ നോക്കൂ. നമ്മളിതിന്റെ വീട്ടിൽ പോയപ്പോ വന്ദനേച്ചിയുടെ കയ്യിൽ ഒരു ഫയൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. വക്കീൽ ഓഫീസിൽ നിന്നും പഠിക്കാനെടുത്തുകൊണ്ടുന്ന ഫയലാണ് പോലും. വക്കീലിന്റെ അറിവോ സമ്മതമോ കൂടാതെ ഫയൽ എടുത്തവള് പണം മോഷ്ടിക്കാനും തയ്യാറാവില്ലേ? ആഹാരത്തിന് പോലും വകയില്ലാത്ത പട്ടിണി പാവങ്ങളാണെന്ന് എനിക്കറിയാം. എന്നാലും
അന്തസ്സും ആഭിജാത്യവും നേരെ നിറയുള്ള കൂട്ടരാണെന്ന് ധരിച്ചു. പക്ഷേ എനിക്ക് തെറ്റി. വെറും അണ്ടനും അടകൂടനും മാത്രമല്ല, സ്റ്റാറ്റസും പദവിയുള്ള ഒരുപാട് സുഹൃത്തുക്കളുണ്ട് എനിക്ക്. അതിന് വക്കീലന്മാരും മജിസ്ട്രേറ്റും ഒക്കെ പെടും. ഇനി അവരുടെ മുമ്പിലൊക്കെ കുമ്പിട്ട് നടക്കേണ്ട അവസ്ഥയെ. ജാതക ദോഷമുള്ളവൾക്ക് മോഷണ ദോഷം ഉണ്ടെന്നും കൂടെ കേട്ടാ പറഞ്ഞവന്റെ ചെകിട്ടത്തടിക്കാനല്ല, ചെകിട് പൊത്തി മുഖം കുനിക്കാൻ ഗതികേടാ എനിക്ക്. ഏട്ടാ പ്ലീസ്, ഞാൻ പറയുന്നൊന്ന് കേക്ക്. നമുക്കിപ്പൊ തന്നെ പോയി ചേച്ചി ഒന്ന് കാണണം, സത്യസ്ഥിതി അറിയണം. ഇപ്പൊ തന്നെ നമുക്ക് പോവാം. എനിക്കിപ്പോ സമയമൊന്നുമില്ല. ബിസിനസ് കാര്യങ്ങൾ ചെയ്യാൻ ഒരുപാടുണ്ട്. എല്ലാം ഒന്ന് കലങ്ങി തെളിയട്ടെ. വന്ദനെ കാണുന്ന കാര്യമൊക്കെ അപ്പൊ ആലോചിക്കാം. പരിചയമില്ലാത്ത നമ്പറാണല്ലോ. ആരായിരിക്കും? അറ്റൻഡ് ചെയ്യണോ? ചെയ്തേക്കാം. ഹലോ. ഇപ്പൊ നീ അനുഭവിച്ചത് വെറും ട്രെയിലറാ. ഒറിജിനൽ സിനിമ ഇനി റിലീസ് ആവാൻ പോകുന്നതേ ഉള്ളൂ. നല്ല ഒന്നാം തരം ആക്ഷൻ ട്രാജഡി. ഹലോ, ഏത് സിനിമയുടെ കാര്യം നിങ്ങൾ പറയുന്നത്? നിങ്ങൾ സംസാരിക്കുന്നത് റോങ് നമ്പറിലേക്കാണെന്ന് തോന്നുന്നു. ഇല്ല, എനിക്ക് നമ്പറൊന്നും തെറ്റിയിട്ടില്ല. എങ്കിലും നിങ്ങൾ ആരാണെന്ന് പറ. ഞാനോ? ഞാൻ നിന്റെ ആരാച്ചാര്യ. ഒരു ഉപദേശം തരാൻ വിളിച്ചതാ. നിനക്ക് നേരിടാൻ കഴിയുന്ന ശത്രുവിനോട് മാത്രമേ നീ മത്സരിക്കാവൂ. അല്ലെങ്കിൽ നീ സ്വയം കൊലക്കേറ് കുരുക്കിടുന്നത് പോലെയാ. ഇതവൻ തന്നെ, വിക്രം, സംശയമില്ല. ഹലോ ഉപദേശി, ജീവൻ എടുക്കാൻ വരുന്ന യമദേവന് വരെ പേരുണ്ട്. സ്വന്തം പേര് പറയാൻ പേടിക്കുന്ന നീയാണോ ആരാച്ചാരൻ? എന്നെ കേട്ടോ ആരാച്ചാരൻ, ആനയ്ക്ക് മുമ്പിൽ ഈ ഉറുമ്പ് വളരെ നിസാര ജീവിയാ. പക്ഷേ ആനയുടെ തുമ്പിക്കൈക്കുള്ളിൽ ഈ ഉറുമ്പ് കയറി പെരുമാറിയാലേ ആന ചക്രശ്വാസം വലിച്ചു പോവും. അതോർത്താ നിനക്ക് കൊള്ളാം. അതുകൊണ്ട് പെണ്ണിനെ നിസ്സാരമായിട്ട് കാണരുത്. പെണ്ണൊരുമ്പെട്ടാൽ ദൈവത്തിന് പോലും പിടിച്ചു നിൽക്കാനാവില്ല. പിന്നല്ലേ നിന്നെപ്പോലെ ഒരു ക്രിമിനല്. വെച്ചിട്ട് പോടാ. ഒരു കാര്യം കൂടി കേട്ടോ, നീ ആരാണെന്ന് പറഞ്ഞില്ലെങ്കിലും എനിക്കറിയാം നീ ആരാണെന്ന്. നിന്റെ മുഖംമൂടി ഞാൻ പിച്ചി ചീന്തും. നിന്നിലെ യഥാർത്ഥ മുഖം ഈ വന്ദനം പൊതുമധ്യത്തിൽ കൊണ്ടുവന്നിരിക്കും. അതുവരെ നീ സിനിമയുടെ ട്രെയിലർ ഉണ്ടാക്കി കളിക്കും. പെണ്ണിന്റെ മനസ്സിനുള്ള മൂർച്ചയുള്ള ഒരായുധവും നീ അയക്കുന്ന ഗുണ്ടകളുടെ കയ്യിൽ ഉണ്ടാവില്ലടാ. പിന്നെ എന്റെ കുഞ്ഞിന്റെ ദേഹത്ത് ഒരു പോറൽ നീ വീഴ്ത്തിയ അന്ന് നിന്റെ പോസ്റ്റ്മോർട്ടം ഞാൻ നടത്തും. പിന്നെ പത്രത്തിലെ ചരമക്കുളത്തിലായിരിക്കും കാണുക. നിനക്കത് കാണാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. കാരണം ആ പടം നിന്റേതാണല്ലോ. വെച്ചിട്ട് പോടാ.
വന്നപ്പോ വിക്രമിന് ചൂട് കയറി തുടങ്ങി. അവൻ കളി തുടങ്ങാൻ പോവാ. നേരിടാനുള്ള കരുക്കൾ ഞാനും നീക്കണമല്ലോ. ഏട്ടന് ഒന്നിനും സമയമില്ല, എപ്പോഴും ടെൻഷനില്ല. ഏട്ടന്റെ ഭാര്യ ആയതിനു ശേഷം എന്റെ അവസ്ഥയും ഏകദേശം അത് തന്നെയാ. വർഷയ്ക്ക് ഇപ്പൊ എന്ത് കാര്യത്തിലാ ടെൻഷൻ? വന്ദനീച്ചയുടെ കാര്യത്തിൽ തന്നെ. എന്തു പറ്റി ഏട്ടാ? ഒരു പട്ടി കുറുകെ ചാടി, ചത്തില്ല. എന്നിട്ട് ഞാൻ കണ്ടില്ലല്ലോ. ഞാൻ കാണുന്നത് പലതും വർഷ കാണുന്നില്ല, അതാ. ചെയ്യാത്ത മോഷണക്കുറ്റത്തിന് പോലീസ് വന്ദനേച്ചി അറസ്റ്റ് ചെയ്തത്. എന്തായാലും പാവ രക്ഷപ്പെട്ടു. ചേച്ചി മോഷ്ടിച്ചെന്നാണോ ഏട്ടൻ വിശ്വസിക്കുന്നത്? മോഷണാണ് ആരോപിച്ചിരിക്കുന്ന കുറ്റം. ഇടപെട്ടാൽ അത് ഭാര്യയുടെ സ്വന്തം ചേച്ചിയല്ലേ? എന്താണ് സംഭവിച്ചതെന്ന് അന്വേഷിക്കാനുള്ള ചുമതല ഏട്ടനില്ലേ? ഏട്ടന്റെ അന്വേഷണത്തിൽ ചേച്ചി കള്ളിയാണെന്ന് തെളിഞ്ഞ ഏട്ടൻ അങ്ങനെ തന്നെ ഉറപ്പിച്ചോ? അല്ലെങ്കിൽ ആ വിശ്വാസം തിരുത്തുകയെങ്കിലും ചെയ്യാലോ. അതുവരെ എനിക്കൊരു സമാധാനമില്ല. എന്റെ ഭാര്യയുടെ മനസ്സമാധാനാണ് എനിക്ക് ഏറ്റവും വലുത്. അതിനുവേണ്ടി ഞാൻ എന്തും ചെയ്യും, എന്തും. എന്റെ മനസ്സമാധാനം വലുതെങ്കിൽ ചേച്ചി ചെന്ന് കാണണം. നടന്നതിന്റെ സത്യാവസ്ഥ അറിയണം. തീർച്ചയായും എനിക്കും സത്യാവസ്ഥ അറിയണം. എങ്കിൽ ഇപ്പൊ തന്നെ വീട്ടിൽ പോയി നമുക്ക് ചേച്ചിയെ കാണാം. വണ്ടി വീട്ടിലേക്ക് തന്നെ പോട്ടെ. ഇല്ല, എന്റെ വർഷേ, വന്ദന ചേച്ചി മോഷ്ടിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഞാൻ മനസ്സിലാക്കണം. അതല്ലേ നിന്റെ ആഗ്രഹം? അതെ. അതിന് വീട്ടിൽ പോകാതെ വേറെ വഴിയുണ്ടല്ലോ. ഇൻസ്പെക്ടർ വിളിച്ച് ചോദിക്കാം. എന്താ, അതുപോലെ? ഹലോ വിക്രം സാർ. എനിക്ക് നിങ്ങളെ അത്യാവശ്യമായിട്ടൊന്ന് കാണണം. അതിനെന്താ സാർ? എവിടെ വെച്ച് കാണണമെന്ന് പറഞ്ഞാൽ മതി. സ്ഥലം ഞാൻ പറയാം. ഓക്കെ, ഞാനവിടെ വെയിറ്റ് ചെയ്യും. ഓക്കെ സാർ. വർഷം ഒരു കാര്യം ചെയ്യും, ഒരു ടാക്സി പിടിച്ച് നേരെ വീട്ടിലേക്ക് പോകും. എന്റെ വീട്ടിലേക്കോ? അല്ല, നമ്മുടെ വീട്ടിലേക്ക്. എസ് ഐ കാണാൻ ഞാനും കൂടി വരാം. തൽക്കാലം വേണ്ട. വന്ദന ചേച്ചിക്ക് എന്തു പറ്റിയെന്ന് എനിക്കറിയാം. വർഷ പേടിക്കണ്ട. കുറച്ച് കാശ് എസ് ഐക്ക് കൊടുത്തിട്ടാണെങ്കിലും വന്ദന ചേച്ചിക്കെതിരെ എന്തെങ്കിലും കേസ് ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അതും ഇല്ലാതാക്കി ഞാൻ രക്ഷപ്പെടുത്തും. ഇതെന്റെ മാത്രം വർഷയ്ക്ക് വിക്രം തരുന്ന വാക്ക. വർഷ, ഐ ലവ് യു. അവിടെ വിടാം. വർഷേ, നീ ഒരു കാര്യം ചെയ്യും, നമ്മുടെ കസ്റ്റമർ റിച്ചാർഡിന് പാഴ്സൽ എത്തിക്കുക. അയാൾ പിന്നെ കോണ്ടാക്ട് ചെയ്യും. അല്ല, ഞാൻ പറഞ്ഞതനുസരിച്ചാൽ മതി.